ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും 22-ന് പ്രഖ്യാപിച്ച സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി മുകുന്ദൻ. സമരം പ്രഖ്യാപിച്ചിട്ടും ചർച്ചയ്ക്ക് വിളിക്കാതെ ഡയസ്നോൺ കാണിച്ച് പേടിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. സർക്കാർ ഓഫീസുകൾ മുഴുവൻ അടഞ്ഞുകിടക്കുന്ന സമരമാണ് 22-ന് നടക്കുന്നതെന്നും മുകുന്ദൻ പറഞ്ഞു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഒരു കോർപ്പറേറ്റ് പദ്ധതിയാണ്. അത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ഇടതുപക്ഷത്തിൻ്റെ നയമാണ്. പക്ഷെ ആ നയം നിൽക്കുമ്പോൾ 8 വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ അത് പിൻവലിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ രീതിയിലുള്ള എല്ലാ സമരമാർഗങ്ങളും കഴിഞ്ഞ് പിന്നീട് അവസാനം പണിമുടക്കത്തിലേക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യം വളരെ ഖേദകരമാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായും ഇതിനകത്തൊരു പുനർചിന്തനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ ഈ 1-2 ആഴ്ച മുമ്പ് വന്ന പ്രചരണം പദ്ധതി വിഹിതമാകെ 50% വെട്ടിക്കുറച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശിക നൽകുന്നതിന് വേണ്ടിയുള്ള നീക്കം നടക്കുന്നു എന്നാണ്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. ഫലത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ഒന്നും ലഭിക്കുന്നുമില്ല എന്നുള്ള ഒരു ദയനീയമായ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ജോയിൻറ്റ് കൗൺസിൽ നേതൃത്വം നൽകുന്ന അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ഇത്തരമൊരു സമരായുധം പ്രയോഗിക്കേണ്ട സാഹചര്യമുണ്ടായത്.